മഹായുദ്ധം അതാണ് ഇന്നലെ രാത്രി നടന്നത്. അത് കാണണമെങ്കിലൊക്കെ യോഗം വേണം എൻ്റെ ചേട്ടാ. ഞാനൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കാലിൽ നിന്ന് കറങ്ങി അടിക്കായിരുന്നു. നിർത്തിയിട്ട് ആദ്യത്തെ പോലെ ഞാൻ ഇടിച്ചങ്ങ് ശരിയാക്കി. എന്നിട്ട് എൻ്റെ ചേട്ടാ അത് അവിടുന്ന് ഒരു ചവിട്ടിങ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചവിട്ടങ്ങി ഔട്ടി. തല്ലുകൂടെ അറിയില്ല, ഞാൻ തല്ല് കുറച്ചു. പിന്നെ 2 പേര് വന്നപ്പം അതിനൊരുത്തന്നെ ഞാനിതാ ഇങ്ങനെ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ മറ്റം വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നപ്പോൾ അതാ ഇങ്ങനെ പിടിച്ചു, എടുത്ത് കറക്കി എറിഞ്ഞു. ആ വന്നു, അവിടെ എല്ലാവരും കൂടെ വന്നു കണ്ടടി അങ്ങ് കുനി 4 ഇടി. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഓടിയിട്ട് ലാലുവിന്റെ ഇടത്ത് കൂടെ ചെന്നപ്പോ മുന്നിൽ 3 പേര്. ഉമ്മരോ, ഭാഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ. നീ ഇന്നലെ എന്ത് പരിപാടിയാണ് കാണിച്ചേ? സോറി സൈമ, എല്ലാ കുരുടി കാരണം. ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ തന്നു വണ്ടി ഒന്നും അങ്ങോട്ട് മാറ്റാൻ. ഇത് നേരത്താണോ പോകാൻ തോന്നിയത്? അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം. എടാ അതിന് ഇനി പണി വേണ്ടേ? മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിനൊരു തീരുമാനമായി. ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ സൈമ. അയ്യടാ അവിടെ എനിക്ക് ഇനി എത്ര കഥ പറയാണ്ട്. സൂപ്പറിനെ അടിച്ചോടിച്ചതിന് ശേഷമുള്ള കഥ ഞാൻ പറഞ്ഞതാ. ബാക്കി സൂപ്പറിനെ അടിച്ചോടിച്ചപ്പോ അവരെ ഞാനതങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് പണി പോയപ്പോ സമാധാനാണ് നിനക്ക്. പണി പോയോ? അടിക്കല്ലേ, ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം. വേണ്ട ശംഭു, 2 സിഗരറ്റ്. കഴിക്കട്ടെ. കിട്ടി കിട്ടി. എന്ത്? ചാവേർ വാവച്ചൻ. 11, 12, 13, 14. ഇത് വാവച്ചൻ, വെറും വാവച്ചനല്ല, ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം. ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി, ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച? ഇത് ലാലു, എൻ്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരുടി. വന്ന കാര്യം പറ. ഇവൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എൻ്റെയും. ഇവിടെ വല്ല ജോലിയും കിട്ടുമോന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല, വാവച്ചന് മണൽ കിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ ക്ലീനായിട്ട് മണൽ കിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് CC അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി. അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ആ SI ഒന്ന് കണ്ടാൽ മതി. അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ. മൂക്കിൽ കൂടെ ശ്വാസം പോലും കിട്ടായ 2ാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരു 8 പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല വാവച്ച. ഏയ് അതൊന്നും ശരിയാവൂലെന്നേ. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. വാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ കാലം വാവച്ചനെ പറ്റിച്ച് നടക്കുന്നൊരു ബ്ലാക്ക് RX-100 ഇല്ലേ, KL11D 850. അതെ KL11D 85. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. താക്കോല്. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ വാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ.
മോനെ ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ. ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. എന്താണ് തുറക്കുന്നില്ല? ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ ലാലു വെള്ളമില്ല. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല. ചാവേർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനമെന്ന് പറയാലോ. എൻ്റെ കയ്യിൽ കിട്ടിയ ആ 2 വയറ് തന്നെയായിരുന്നു ഉരക്കേണ്ടിയിരുന്നത്. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. ഓ എൻ്റെ മക്കളെ, ഓ ഈശ്വരാ. അമ്മേ, അമ്മേ, വരുന്നു ഹരി. നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ, എനിക്കെന്തെങ്കിലും താ. കൈ കഴുകിയിട്ട് വന്നിരിക്കും. അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛൻ്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്താ അമ്മേ? ഉമ്മറിൻ്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി. എന്ന് പോയാലും ശരി, അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ ഹരി? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സൈമ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഉമ്മറ് കാരണം. നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ? അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ? ബാബു സുനിലേ, പണിയോടെങ്കോ? ഒരു മാവ. ബട്ടര്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി. കണ്ടോ അമ്മേ, അമ്മയുടെ മകന് ശാസ്ത്ര ഫിനാൻസിലെ മാനേജറായി ജോലി കിട്ടി.